അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. രാജിപ്രഖ്യാപനം നടത്തിയെങ്കിലും ഉയർന്ന ആരോപണങ്ങളിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങി പോകില്ല എന്ന നിലപാടെടുത്തു പ്രസിഡന്റ് ശ്വേതാ മേനോൻ. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ 3 പേർ മാത്രമായി ഔദ്യോഗികമായി രാജി നൽകിയത്. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചേക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിപിൻ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അമ്മയിലെ പ്രതിസന്ധി അത് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ജൂൺ 21 ചേർന്ന അമ്മയുടെ ജനറൽ ബോഡിയിലാണ് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നതിനെ തുടർന്ന് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജി പ്രഖ്യാപിച്ച് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ആ പ്രഖ്യാപനത്തിന് അപ്പുറമായി ആ രാജി ഔദ്യോഗികമായിട്ട് നൽകിയിരുന്നില്ല. അതിലാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ ഇന്നലെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ താൻ പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഔദ്യോഗികമായി ഇപ്പോഴും ആ ഭരണസമിതി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. നിയമപരമായി കുക്കു പരമേശ്വരനോ അല്ലെങ്കിൽ അന്നത്തെ അധ്യക്ഷയായിരുന്ന ശ്വേതാ മേനോനോ രാജി സമർപ്പിച്ചിട്ടില്ല. അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റിയെ അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അവരവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ആദ്യത്തെ യോഗം ചേരുകയും ചെയ്തു. ഈ സമയത്താണ് ഈ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നില്ല. ഇതിനു മുൻപ് മോഹൻലാൽ അധ്യക്ഷനായിരുന്ന ഭരണസമിതി ഒഴിഞ്ഞ സമയത്ത് മറ്റൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ ഒരു സമിതിയെ കൊണ്ടുവരികയുമായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു കമ്മിറ്റി നിലവിൽ വരികയായിരുന്നു. ആ നീതി എന്തുകൊണ്ട് തനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൂടി ശ്വേതാ മേനോൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ അത് വെച്ചതിനെ തുടർന്ന് അതിന് നിയമപരമായി ഇത് കോടതി പോലും കയറാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. ശ്വേതാ മേനോൻ ഇതേ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഭരണസമിതി ഒഴിയേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളത് ചോദിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ അതൊരു നിയമക്കുരുക്കിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈലാസും ഒപ്പം തന്നെ ജയൻ ചേർത്തലയും ഒക്കെയാണ് ഔദ്യോഗികമായിട്ട് രാജി സമർപ്പിച്ചിരിക്കുന്നത്. അവരും കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപനത്തിനപ്പുറം ഈ രാജി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് അഡ്ഹോക് കമ്മിറ്റിയുടെ നിലനിൽപ്പ് പോലും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.